കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ചിട്ട് അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് പിന്നെ അതിലെ മെയിനായിട്ട് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതായത് കൺട്രോൾ മെറ്റീരിയൽ, റിയാക്ടർ കൂളൻ്റ്, ദെൻ മോഡറേറ്റർ, റിയാക്ടർ ഷീൽഡ് അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രീഡർ റിയാക്ടറാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എന്താണ് അതിൽ നടക്കുന്ന ആ പ്രവർത്തനം, എന്താണ് ഫിസൈൽ മെറ്റീരിയൽ, അതൊക്കെയാണ് മെയിനായിട്ട് കാണാനുള്ളത്. ചോദിക്കാറുമുണ്ട്, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ബ്രീഡർ റിയാക്ടർ, അങ്ങനെയൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നമുക്ക് ബ്രീഡർ റിയാക്ടറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ യുറാനിയം 235 ആണ് ആകെയുള്ള നമ്മുടെ നാച്ചുറൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫിസൈൽ മെറ്റീരിയൽ. അത് ഏകദേശം നാച്ചുറൽ യുറാനിയത്തിലെ 0.7% ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഈ യുറാനിയം 235 റീജനറേറ്റ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് മെത്തേഡ്സ് ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ മെറ്റീരിയൽ മൊത്തമായിട്ട് ഉപയോഗിച്ച് കഴിയാണ്ട് നമ്മൾ കാത്ത് സൂക്ഷിക്കേണ്ടത് എന്താണ്, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ യുറാനിയം ഓൺലി നേച്ചറിൽ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള യുറാനിയം 235 എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഫിസൈൽ മെറ്റീരിയൽസ് ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു സെർച്ചിങ് ആയിരുന്നു പിന്നീട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു ഏതൊക്കെയാണ്, പ്ലൂട്ടോണിയം 239 അതുപോലെ യുറാനിയം 233. അത് രണ്ടും നല്ല ഫിസൈൽ മെറ്റീരിയൽസ് തന്നെയാണ്. അങ്ങനെ അത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നും സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ യുറാനിയം 235 ആയിരുന്നു ഫിസൈൽ മെറ്റീരിയലിന് നേച്ചർ. പക്ഷേ അത് നമുക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ഫിസൈൽ മെറ്റീരിയൽസിനെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണ് പ്ലൂട്ടോണിയം 239 അതുപോലെ യുറാനിയം 233 ഒക്കെ ഫിസൈലാണെന്ന് കണ്ടുപിടിക്കുകയും അത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലെ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തത്. Okay, although plutonium 239 and uranium 233 are not naturally available, അത് രണ്ട് നാച്ചുറലി അവൈലബിൾ അല്ല, ഏത് പ്ലൂട്ടോണിയം 239 യുറാനിയം 233, ബട്ട് ദേ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, നമുക്കത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും, ഫ്രം ദ ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റ് ഓഫ് ദ മോർ അബൻഡ്ലി അവൈലബിൾ യുറാനിയം 238 ആൻഡ് തോറിയം 232 റെസ്പെക്റ്റീവ്ലി. അതായത് യുറാനിയം 238-ൻ്റെയും തോറിയം 232-നെയും ന്യൂട്രോൺ ബൊംബാർഡ്മെൻറ്റ് നടത്തുന്നത് വഴി, അപ്പോൾ യുറാനിയം 238-ഉം തോറിയം 232-ഉം ഒക്കെ വളരെ അബണ്ടൻ്റ് ആയിട്ട് ധാരാളം ഉള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസിനെയും ന്യൂട്രോൺ ബൊംബാർഡ്മെൻറ്റും ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫിസൈൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം 239-ഉം അതുപോലെ തന്നെ യുറാനിയം 233-യും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് സയൻറ്റിസ്റ്റ് കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആണ്, അതായത് യുറാനിയം 238 അത് അബണ്ടൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയലാണ്, അതിന് ന്യൂട്രോൺ ബൊംബാർഡ്മെൻറ്റ് നടത്തി. ഓക്കെ, അപ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ നടന്നു, അങ്ങനെ യുറാനിയം 239 ഉണ്ടായി. അതിനെ വീണ്ടും ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ നടത്തി. അപ്പോൾ നമുക്ക് നെപ്റ്റ്യൂണിയം കിട്ടി, പിന്നെ അതിൽ നിന്ന് നമുക്ക് പ്ലൂട്ടോണിയം കിട്ടുകയാണ്. അതുപോലെ തന്നെ തോറിയത്തിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ന്യൂട്രോൺ ബൊംബാർഡ്മെൻറ്റ് നടത്തി 2 പ്രാവശ്യം ഇതിനെ ബീറ്റ എമിഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, യുറാനിയം 233-യും കിട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഓൾട്ടർനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം യുറാനിയം കിട്ടുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ജസ്റ്റ് ആ ഒരു ട്രാൻസ്ഫറൻസ്, അതായത് യുറാനിയം 238-ൽ നിന്ന് എങ്ങനെ പ്ലൂട്ടോണിയം 239 കിട്ടുന്നു, അതുപോലെ തോറിയം 232-ൽ നിന്ന് എങ്ങനെ യുറാനിയം 233 കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഇപ്പോൾ കണ്ടീഷൻസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് നോക്കിയാൽ, അതായത് ദ സെക്കൻഡറി ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫിഷൻ ഓഫ് യുറാനിയം 235 ഇൻ എ നാച്ചുറൽ യുറാനിയം റിയാക്ടർ. നമ്മൾ ഈ റിയാക്ഷൻ കണ്ടീഷൻസൊക്കെ നമ്മൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ യുറാനിയം 235 ആണ് നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓൺലി ഫിസൈൽ മെറ്റീരിയൽ. അപ്പോൾ അതിന് നമ്മൾ ഫിഷൻ നടത്തിയപ്പോൾ സെക്കൻഡറി ന്യൂട്രോൺസ് സ്വാഭാവികമായും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അതിൽ ഒരു ന്യൂട്രോൺ നമ്മൾ ഈ ഫിഷൻ ചെയിൻ റിയാക്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ? ഇനി
ബാക്കിയുള്ളതോ അതിൻ്റെ കൂടെ കൂടുതൽ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളതിനെ യുറാനിയം 238 ഒക്കെ ക്യാപ്ചർ ചെയ്ത് അതിനെ എന്താക്കി മാറ്റാം, പ്ലൂട്ടോണിയം 239 ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ ഈ പ്ലൂട്ടോണിയം 239 പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രപ്പോർഷൻ വളരെയധികം കൂടുതലായിരിക്കും. ഏതിനേക്കാളും യുറാനിയം 235 കൺസ്യൂം ചെയ്തതിനേക്കാളും വളരെയധികം നമ്പർ പ്ലൂട്ടോണിയം 239 ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുതലായിട്ടുള്ള ഫിസൈൽ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ദാൻ ദ എമൗണ്ട് ഇറ്റ് ഈസ് കൺസ്യൂം ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ആ പ്രിൻസിപ്പിളിനെയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു റിയാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, അതായത് യുറാനിയം 235 ആണ് നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫിസൈൽ മെറ്റീരിയൽ. അത് വളരെ കുറവാണെന്നും പറഞ്ഞു, അത് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള യുറാനിയം 235ൻ്റെ ഫിഷൻ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ സെക്കൻഡറി ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ധാരാളം 2-3 അതിൽ അങ്ങനെ കുറച്ചെണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ന്യൂട്രോൺസിൽ ഒരെണ്ണം നമ്മൾ ആ ഫിഷൻ ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തു പൊക്കോട്ടെ, യുറാനിയം 235ൻ്റെ ഫിഷൻ ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ബാക്കി ന്യൂട്രോൺസ് വേറെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി ന്യൂട്രോൺസൊക്കെ പിന്നീട് നമ്മുടെ യുറാനിയം 238 ഉണ്ടല്ലോ, ആ യുറാനിയം 238നെ പ്ലൂട്ടോണിയം 239 ആക്കാനായിട്ട് നമുക്ക് ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആസ് എ ഹോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ യുറാനിയം 235 നാച്ചുറലി ഒക്കൂറിങ് ആയിട്ടുള്ളത് കൺസ്യൂം ചെയ്യപ്പെടുന്നു. പക്ഷെ അതിനേക്കാൾ അധികം എന്ത് സംഭവിക്കുന്നുണ്ട്, പ്ലൂട്ടോണിയം 239 പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസൈൽ മെറ്റീരിയൽ പ്രൊഡ്യൂസ് മോർ ചെയ്യപ്പെടുകയാണ് ദാൻ ഇറ്റ് ഈസ് കൺസ്യൂംഡ്. അപ്പോൾ ആ പ്രിൻസിപ്പിളിനെയാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന റിയാക്ടറിനെയാണ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീഡർ റിയാക്ടറിനെ നമുക്കൊരു ഡെഫിനിഷൻ വൈസ് നമുക്ക് കൊടുക്കാം. എ ബ്രീഡർ റിയാക്ടർ ഈസ് വൺ ഇൻ വിച്ച് മോർ ഫിസൈൽ മെറ്റീരിയൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ദാൻ വോട്ട് ഈസ് കൺസ്യൂംഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ആൻഡ് പവർ. ബൈ ദ പ്രോസസ് ഓഫ് ബ്രീഡിംഗ് ദ സ്റ്റോക്ക് പൈൽ ഓഫ് ദ ഫിസൈൽ മെറ്റീരിയൽ കുഡ് ബി സ്റ്റെഡ്ലി ഇൻക്രീസ്ഡ്. അതായത് ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസൈൽ മെറ്റീരിയൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ദാൻ കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് കുറേ ഫിസൈൽ മെറ്റീരിയൽസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ആൻഡ് പവർ അല്ലേ. അതിനേക്കാൾ കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽസ് ആ റിയാക്ടറിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രീഡർ റിയാക്ടറിൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫിസൈൽ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് പൈൽ അതിൻ്റെ കൂടുതൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ദാൻ വോട്ട് ഇറ്റ് ഈസ് കൺസ്യൂംഡ്. ഓക്കെ, ദെൻ ബ്രീഡർ എന്ന് പറയുന്നത് നമുക്കൊരു റിയാക്ടറിനാണ് കൂടുതൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇൻ വിച്ച് ദ ഫിസൈൽ സ്പീഷീസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ദ സെയിം ആസ് ദ വൺ കൺസ്യൂംഡ്. അതായത് കൂടുതൽ നമുക്ക് ആ പേര് ഏത് തരത്തിലുള്ള റിയാക്ടേഴ്സിനാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് ഫിസൈൽ സ്പീഷീസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ദ സെയിം ആസ് ദ വൺ കൺസ്യൂംഡ്. ഏതാണോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് അത് തന്നെ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ബ്രീഡർ എന്ന് കുറച്ചും കൂടിയും സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഈ കേസിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ യുറാനിയം 235നെ നമുക്ക് ഒരിക്കലും റീജനറേറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ മെത്തേഡ്സ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിന് പകരം പ്ലൂട്ടോണിയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ബ്രീഡർ റിയാക്ടർ എന്നുള്ള പേര് 100% കറക്റ്റായിട്ടല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഏത് മെറ്റീരിയലാണോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് ആ മെറ്റീരിയൽ തന്നെയല്ല ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതൊരു പോരായ്മയാണ്, ചെറിയൊരു പോരായ്മയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ the one described in which uranium 235 is consumed and plutonium 239 is produced is more correctly termed a pseudo breeder. അപ്പോൾ ബ്രീഡർ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയൽ ആണോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് ആ മെറ്റീരിയൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ ഇവിടെ യുറാനിയം 235 കൺസ്യൂം ചെയ്തുകൊണ്ട് പ്ലൂട്ടോണിയം 239 എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിസൈൽ മെറ്റീരിയലാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ 100% ബ്രീഡർ റിയാക്ടർ എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സ്യൂഡോ ബ്രീഡർ റിയാക്ടർ അല്ലെങ്കിൽ സ്യൂഡോ ബ്രീഡർ എന്ന് മാത്രമേ ഇതിനെ പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ 100% ബ്രീഡർ എന്നുള്ള പേര് അവിടെ നമുക്ക് അപ്ലിക്കബിൾ ആക്കി കൊടുക്കാൻ പറ്റില്ല. സ്യൂഡോ
ഏകദേശം അതുപോലെയൊക്കെ കാണിക്കുന്ന എന്നാൽ കുറച്ച് ഡീവിയേഷൻ ഉള്ള ഒരു റിയാക്ടറാണ്. അതിനാണ് സ്യൂഡോ ബ്രീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശരിക്കുള്ള ബ്രീഡർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലൂട്ടോണിയം, അതായത് ഹവർ ഇറ്റ് ഈസ് പോസിബിൾ ടു സെറ്റപ്പ് പ്ലൂട്ടോണിയം 239 or natural uranium as well as uranium 233 or natural thorium breeder reactors. In the former, plutonium 239 itself is consumed and created, while in the later 233 itself is consumed and created. അപ്പോൾ നമുക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ 100% ബ്രീഡർ റിയാക്ടേഴ്സ് ആയിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലൂട്ടോണിയം 239 തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു റിയാക്ടർ ഉണ്ടാക്കാൻ ഉള്ളതാണെങ്കിൽ അപ്പോൾ നമുക്കത് 100% ബ്രീഡർ റിയാക്ടർ എന്ന് പറയാം. അതുപോലെ യുറാനിയം 233 അത് തന്നെയാണ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്, അത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ശരിക്കുള്ള 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡർ റിയാക്ടർ എന്ന് പറയാം. പക്ഷേ യുറാനിയം 235 നിന്നും പ്ലൂട്ടോണിയം 239 ആണ് നമ്മൾ വീണ്ടും ഫിസൈൽ മെറ്റീരിയൽ ആക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊരിക്കലും ബ്രീഡർ റിയാക്ടർ അല്ല. അതെന്താണ്? സ്യൂഡോ ബ്രീഡർ റിയാക്ടർ ആണ്. അപ്പോൾ ബ്രീഡർ റിയാക്ടേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബ്രീഡർ റിയാക്ടറിൽ എഴുതേണ്ടത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കി വെക്കാനാണ് പറയുന്നത്. എന്ത്? പ്ലൂട്ടോണിയം 239 കൺസ്യൂം ചെയ്ത് പ്ലൂട്ടോണിയം 239 തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലാണ് അത് ശരിക്കും ബ്രീഡർ റിയാക്ടർ. അതുപോലെ യുറാനിയം 233 കൺസ്യൂം ചെയ്ത് അത് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ശരിക്കുള്ള ബ്രീഡർ റിയാക്ടർ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാതും എഴുതിയിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ഭാഗം കൂടി ഡിസ്കസ് ചെയ്യാം, അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇതൊക്കെ നിങ്ങൾ വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ഇന്ത്യയിലത്തെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് അപ്സരയാണ്. അതുപോലെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് എൻറിച്ച്ഡ് യുറാനിയാണ്. അത് സപ്ലൈ ചെയ്യുന്നത് ബ്രിട്ടൻ ആണ്. അത് മാത്രമല്ല അതാണ് നമ്മുടെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടറാണത്. അപ്പോൾ അപ്സര ഫങ്ഷണലായത് പ്രാവർത്തികമായി വർക്ക് ചെയ്യപ്പെടുന്നത് ട്രോംബെ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ്. അതിനിപ്പോൾ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ അല്ലെങ്കിൽ ബാർക്ക് എന്ന് പറയുന്നു. അതിൽ ഓഗസ്റ്റ് 4, 1956 ഈ അപ്സര പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ വരവോടെയാണ് ഇപ്പോൾ ന്യൂക്ലിയർ എനർജി പ്രോഗ്രാംസൊക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അപ്സര റിയാക്ടർ എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്തത് റിസർച്ചിനെ, അതുപോലെ റേഡിയോ ഐസോട്ടോപ്സിൻ്റെ പ്രൊഡക്ഷനെ, അതുപോലെ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, അതിനൊക്കെയാണ് അത് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ അപ്സര എന്ന് പറഞ്ഞ റിയാക്ടർ അപ്ഗ്രഡേഷൻ, അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള ആ പ്രോസസ്സിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതാണ് അപ്സര. ഇനി സെക്കൻഡ് ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യയിലെ ബാർക്കിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ പേര് സൈറസ് എന്നാണ്. അത് കാനഡയും ഇന്ത്യയും US ഒക്കെ കൂടിയുള്ള ഒരു റിയാക്ടറാണ്. അത് ഫങ്ഷണൽ ആയത് 1960 അതും റിസർച്ച് റിയാക്ടറാണ്. അതിൻ്റെ റിസർച്ച് പർപ്പസസിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്കുള്ള ഫ്യൂവല് സപ്ലൈ ചെയ്തത് കാനഡയാണ്. അതുപോലെ ഹെവി വാട്ടർ, അതിൻ്റെ ഫങ്ഷനിങ്ങിനുള്ള ഹെവി വാട്ടർ സപ്ലൈ ചെയ്തത് US ആണ്. പ്ലൂട്ടോണിയം used in India's 1974 Smiling Buddha nuclear test came from Cyrus. അതായത് സ്മൈലിംഗ് ബുദ്ധ ന്യൂക്ലിയർ ടെസ്റ്റ് ഉണ്ടായി ഇന്ത്യയിൽ 1974. അതിനാവശ്യമായിട്ടുള്ള പ്ലൂട്ടോണിയം നമുക്ക് കിട്ടിയത് ഈ സൈറസ് എന്നാണ് കിട്ടിയത്. പക്ഷേ ചില കാരണങ്ങളായി ഈ സൈറസ് എന്ന് പറഞ്ഞ റിയാക്ടർ ഡിസംബർ 2010 31 ഡിസംബർ 2010 ഷട്ട് ഡൗൺ ചെയ്തു. ഓക്കെ, ഇനി വേറെയും റിയാക്ടേഴ്സ് ഉണ്ട് ബാർക്കിൽ. അതിൻ്റെ പേരാണ് സെർലിന. അത് 1961 സ്ഥാപിച്ചത്. സീറോ എനർജി റിയാക്ടർ ഫോർ ലാറ്റിസ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ന്യൂട്രോൺ എസ്സേ എന്നുള്ളതാണ് അതിൻ്റെ പേര്. അതുപോലെ പൂർണിമ 1 അത് 1972 ഫങ്ഷനിങ് ആയത്. അതുപോലെ പൂർണിമ 2 അത് 1984, ദെൻ ധ്രുവ 1985, ദെൻ പൂർണിമ 3 1990, ദെൻ കാമിനി 1996. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മളിത് ജസ്റ്റ് വായിച്ച് വിട്ട് കളയരുത്. റൈറ്റ് എ നോട്ട് ഓൺ ദ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യ. മെയിനായിട്ടുള്ളതിനെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് ചോദിച്ചിട്ടുണ്ട് 2-3 വർഷങ്ങൾക്കൊക്കെ മുമ്പ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്സര, സൈറസ്,
അതുപോലെ സെർലിന, ദെൻ പൂർണിമ, പൂർണിമ 1, പൂർണിമ 2, ധ്രുവ, പൂർണിമ 3, ദെൻ കാമിനി. അപ്പോൾ അപ്സര എന്ന് പറയുന്നത് അതിൽ ഫ്യൂവൽ എന്താണ്? എൻറിച്ച്ഡ് യുറാനിയാണ്. അത് എവിടെയാണ് ഉള്ളത്? ബാർക്കിലാണ്. അതുപോലെ സൈറസ് എവിടെയാണ്? അത് ആരൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ്? ഇന്ത്യയും കാനഡയും US കൂടിയിട്ടുള്ളതാണ്. അതെവിടെയാണ്? ബാർക്കിൽ തന്നെയാണ്. അതുപോലെ സൈറസിൽ നിന്ന് കിട്ടിയത് പ്ലൂട്ടോണിയം, അത് നമ്മുടെ സ്മൈലിംഗ് ബുദ്ധ ന്യൂക്ലിയർ ടെസ്റ്റിന് കിട്ടിയതാണ്, സൈറസ് നിന്നാണ് കിട്ടിയത്. ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഫില്ലപ്പായിട്ടൊക്കെ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ദെൻ ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷൻ, അതായത് ഈ പവർ ജനറേഷൻ ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ എനർജി അസ്യൂംസ് ഫസ്റ്റ്, അതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്നത് അല്ലേ, ന്യൂക്ലിയർ എനർജീനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പ്രൊഡക്ഷൻ. അതുപോലെ നമ്മുടെ ഇത്തരത്തിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്ലേസ് എമംഗ് ദ പീസ്ഫുൾ യൂസസ് ഓഫ് അറ്റോമിക് എനർജി ഇൻ ഇന്ത്യ. അപ്പോൾ ആർക്കും ദോഷകരമല്ലാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ എനർജിയുടെ യൂസ് എന്ന് പറയുന്നത് പവർ ജനറേഷനാണ്. ഇന്ത്യൻ ന്യൂക്ലിയർ പവർ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത് 1969 വിത്ത് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ട്വിൻ റിയാക്ടർ യൂണിറ്റ്സ് ഓഫ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. അതിലെ ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ് ആയിരുന്നു വിത്ത് അമേരിക്കൻ അസിസ്റ്റൻസ്, ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ദ ന്യൂക്ലിയർ പവർ ആണ് 4th ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ ആഫ്റ്റർ തെർമൽ, ഹൈഡ്രോ, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സുകൾ ഒന്ന് തെർമൽ ഉണ്ട്, ഒന്ന് ഹൈഡ്രോ ഉണ്ട്, ഒന്ന് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ഉണ്ട്. 4ാമത്തെ ലാർജസ്റ്റ് പ്ലേസ് ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉള്ളത് ന്യൂക്ലിയർ പവറാണ്. നമ്മുടെ ഇന്ത്യയിൽ കറൻ്റ്ലി ആയിട്ടുള്ളത് 21 ഓപ്പറേഷണൽ ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ് ഉണ്ട് 6 സ്റ്റേറ്റ്സിലായിട്ട്. ദെൻ ദേ കോൺട്രിബ്യൂട്ട് ലെസ് ദാൻ 3% ഓഫ് ദ കൺട്രീസ് ടോട്ടൽ എനർജി ജനറേഷൻ. നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ എനർജിയുടെ 3% ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 2050 ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം 25% എനർജി ഡ്രോ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ മേജർ ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അത് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ എഴുതി ഏത് സ്റ്റേറ്റ് ആണെന്നും ഏത് ലൊക്കേഷൻ ആണെന്നും ഏത് ടൈപ്പ് റിയാക്ടേഴ്സ് ആണെന്നും കൂടി പറ്റുവാണെങ്കിൽ അതിൻ്റെ കൂടെ എഴുതേണ്ടതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ, അത് മഹാരാഷ്ട്രയിലെ താരാപൂർ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. അത് ഏകദേശം ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ് 2 ഉണ്ട്. ദെൻ അതുപോലെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ 2 ഉണ്ട്. അങ്ങനെ മൊത്തം 4 താരാപൂർ ഉണ്ട്. ദെൻ നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ, അത് ഉത്തർപ്രദേശിലെ നറോറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 2 പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണ് ഉള്ളത്. അതുപോലെ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ, അത് രാജസ്ഥാനിലെ റവാദ്ബാട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 6 ഉണ്ട്. 6ഉം പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണ്. ദെൻ കക്രാപ്പർ അറ്റോമിക് പവർ സ്റ്റേഷൻ, അത് ഗുജറാത്തിലെ കക്രാപ്പർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയും 2 പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആണുള്ളത്. അതുപോലെ കൈഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കർണാടകയിലെ കൈഗ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. അവിടെ 4 പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആണുള്ളത്. അതുപോലെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ തമിഴ്നാട് കൽപ്പാക്കം ലൊക്കേഷനിലുണ്ട്. അവിടെയും 2 പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആണുള്ളത്. അതുപോലെ തമിഴ്നാട്ടിൽ തന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്, കുണ്ടുകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതിൽ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുണ്ടുകുളം തന്നെയാണ്. അവിടെ ഒരു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇന്ത്യയിലെ ഓപ്പറേഷണൽ ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാത്തിൻ്റെയും പേരും സ്ഥലവും ലൊക്കേഷനും ഒക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ന്യൂക്ലിയർ റിസർച്ചിനെ കുറിച്ചിട്ട് എഴുതണം. അതുപോലെ ന്യൂക്ലിയർ പവർ ജനറേഷൻ, ആ 2 എ എന്ന് പറയുന്നു ബി എന്ന് പറയുന്നു, ആ 2 പാരഗ്രാഫുകളും 2 സെക്ഷനുകളും കവർ ചെയ്തിട്ട് വേണം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യനെ കുറിച്ചിട്ട് എഴുതാനായിട്ട്. മാർക്ക് അനുസരിച്ച് എഴുതുക. കൂടുതൽ മാർക്കാണെങ്കിൽ മാക്സിമം പോയിൻറ്റ്സ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. കുറവ് മാർക്കാണെങ്കിൽ അതനുസരിച്ച് മിനിമം പോയിൻറ്റ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിമം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ.